സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ്. പരിശുദ്ധി, പവിത്രത എന്നൊക്കെ അർത്ഥം വരുന്ന മുഹറമാണ് അറബി മാസങ്ങളിലെ ഒന്നാമത്തെ മാസം. ഈ മാസത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏറെ പവിത്രതയോടെ, ഏറെ പരിശുദ്ധിയോടുകൂടിയാണ് മുഹറമിന്റെ ഓരോ ദിനങ്ങളെയും അതിന്റെ സൂക്ഷ്മതയെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കേണ്ടതുണ്ട്. പലപ്പോഴായി നാം സൂചിപ്പിച്ചതുപോലെ പവിത്രമായ 4 മാസങ്ങളെ കുറിച്ച് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ദുൽഹിജ്ജ എന്ന പവിത്രമായ മാസത്തിൽ നിന്ന് മുഹറം എന്ന ഒരു പവിത്രമായ മാസത്തിലേക്കുള്ള സഞ്ചാരം, അങ്ങനെ ഒരു പുതിയ വർഷത്തെ അള്ളാഹുവിന്റെ കണക്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോകുന്ന, കഴിയാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു വർഷത്തെ പരിശുദ്ധിയോടെയും പവിത്രതയോടെയും കൂടി സ്വീകരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ മാനം. ഒരു വയസ്സ് കൂടുമ്പോൾ, ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുമ്പോൾ അതിൽ ആഘോഷിക്കുകയും ആർമാദിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമായ സമീപനമല്ല. അതൊക്കെ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയകളുടെ വളർച്ചയിൽ, പ്രത്യേകിച്ചും ഷോർട്സിന്റെയും റീൽസിന്റെയും ഒക്കെ കാലത്ത് നമ്മൾ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ നമ്മൾ സന്തോഷിച്ച് ജീവിക്കുകയാണ് എന്ന് വിചാരിച്ചോട്ടെ എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് എല്ലാം ആഘോഷമാക്കുന്ന ഒരു സമീപനം സമൂഹത്തിൽ വളർന്നു വരുന്നത്. ആ ആഘോഷമാക്കുന്നതിൽ അതിൽ മതപരമായ വല്ല അർത്ഥവും ഉണ്ടോ, മതപരമായ വല്ല സ്വീകാര്യതയുണ്ടോ എന്നൊന്നും കൂടുതൽ ആളുകളും അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അതിന് മതപരമായ അർത്ഥമുണ്ടോ, മതപരമായ മാനമുണ്ടോ എന്നൊക്കെ ഓരോന്നിനും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. അതുകൊണ്ട് പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു എന്നതാണ് നമ്മളോടത് പറയുന്നത്. 49 വയസ്സുവരെ ജീവിച്ച ഒരാൾ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ 50ാമത്തെ വയസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. അയാളുടെ ആയുസ് 50 വയസ്സും 3 മാസവുമാണെങ്കിൽ ഇനി 3 മാസം കൂടി ഈ ദുനിയാവിൽ ജീവിക്കുകയുള്ളൂ എന്നതിൽ പ്രത്യേകമായ ഒരു ആഘോഷത്തിന് യാതൊരു അർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ അതൊരു വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അധികരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പുതിയ ഒരു വർഷത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമുള്ള, ശ്രേഷ്ഠതയുള്ള, പവിത്രതയുള്ള ഒരു മാസമാക്കിയത്. മുഹറമിന്റെ ദിനങ്ങളെ, മുഹറം മാസത്തെ പവിത്രമാക്കാനുള്ള കാരണം ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ വരേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് ചില പ്ലാനിങ്ങുകളും കാഴ്ചപ്പാടുകളും നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഐഹികമായ, ഭൗതികമായ, ദുനിയവിയായ കാര്യങ്ങളിൽ നമുക്ക് കുറെ കാഴ്ചപ്പാടുകളുണ്ട്. പ്രായമാകുന്നതിനനുസരിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ആളുകൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ആരോഗ്യകരമായി രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ലഭിക്കുന്ന ഗുണമെന്താണ്, ബെനിഫിറ്റ് എന്താണ്,
ഇതിനെക്കുറിച്ചൊക്കെ ഓരോ സാധാരണക്കാരനും വീഡിയോകൾ കേട്ടും പുസ്തകങ്ങൾ വായിച്ചും പഠിക്കാൻ തുടങ്ങി. പ്രായമാകും തോറും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്കൊരു ആലോചനയും ചിന്തയും ഉണ്ടാകും. നടക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടാകും, ജിമ്മിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും, ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഉണ്ടാകും. ഇതൊക്കെ നല്ലതാണ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ വന്നു ചേരുന്ന രോഗങ്ങൾ, അതിന് ഗുളിക കഴിക്കേണ്ടത്, അതിന് വേണ്ട എക്സസൈസ്, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ധാരണയുണ്ടാകും. ഈ കാര്യങ്ങളിലൊക്കെ ധാരണയുണ്ടാകുന്നതോടുകൂടെ തന്നെ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും അവസാനിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി. അതുകൊണ്ട് എന്റെ പാരത്രികമായ ലോകത്തെക്കുറിച്ചും എനിക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകേണ്ടതുണ്ട്, എനിക്ക് ചില ആലോചനകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ രാവിലെ നടക്കാൻ പോകുന്നതിന്റെ മുൻപ് ഞാൻ ചെല്ലേണ്ട സ്ഥലമാണ് പള്ളി. ആ പള്ളിയിൽ പോയി നമസ്കരിച്ച് ഞാൻ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇരു ലോകത്തെക്കുറിച്ചുമുള്ള ആലോചനയുള്ളവനായി ഒരു വിശ്വാസി മാറുന്നത്. അതല്ലെങ്കിലോ അയാൾക്ക് ഈ ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമാണ് ആലോചന. അപ്പൊ രണ്ട് ലോകത്തും ആരോഗ്യകരമായി, സന്തോഷകരമായി, പ്രയാസങ്ങളില്ലാതെ ആനന്ദകരമായി ജീവിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത്. നല്ല കാലം എന്നത്, ആരോഗ്യമുള്ള കാലം എന്നത്, സമ്പത്തുള്ള കാലം എന്നത്, സൗകര്യമുള്ള കാലം എന്നത് അത് അടിച്ചുപൊളിക്കാനുള്ള കാലമാണ് എന്നതും, എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, ഭാര്യ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ, സ്വന്തം മകനൊരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ വളരെ സാധുവായി വളരെ ഇഖ്ലാസോടുകൂടി കൈ ഉയർത്തേണ്ടവനാണ് എന്ന ബോധവും ശരിയല്ല. നല്ല കാലം അടിച്ചുപൊളിക്കാൻ മാത്രമുള്ള കാലമല്ല. നല്ല കാലം ആരോഗ്യമുള്ള കാലം, നല്ല സമ്പത്തുള്ള കാലം, നല്ല സൗകര്യമുള്ള കാലം, നല്ല സമയമുള്ള കാലം, ആ കാലം അള്ളാഹുവിലേക്ക് അടുക്കാൻ കൂടിയുള്ള കാലമാണ്. അതല്ലെങ്കിൽ അങ്ങനെയാകണം. വിശുദ്ധ ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാമയെ കുറിച്ചുള്ള ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു നീനവ എന്ന പ്രദേശത്തേക്ക് പ്രബോധകനായി, പ്രവാചകനായി അള്ളാഹു പറഞ്ഞയക്കുകയാണ്. ഒരുപാട് കാലം ആ ജനങ്ങളെ യൂനുസ് നബി അലൈഹിസ്സലാം അവരോട് പ്രബോധനം ചെയ്തു. പക്ഷെ ആ പ്രബോധനത്തെ ഉൾക്കൊള്ളാൻ ആ സമൂഹം തയ്യാറായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയാണ് പ്രബോധനത്തിന് വേണ്ടി പോകുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയല്ല പ്രബോധനം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രമെന്ന് വിചാരിക്കും. ഒരു യാഥാർത്ഥ്യമുണ്ട്, സംഭവിച്ച ഒരു കാര്യം. അതാണല്ലോ ഖുർആനിൽ പറയുക. ആ സംഭവിച്ചത്, അദ്ദേഹം ആ നാടിനെ ഉപേക്ഷിച്ച് അവിടെയുള്ള ആളുകൾ ഇനി നന്നാകില്ല എന്ന് തീരുമാനിച്ച് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അദ്ദേഹം തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്നത് ഒരു കപ്പലിലാണ്, സാഗരത്തിലൂടെയാണ്, കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സഞ്ചരിച്ചപ്പോ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. കപ്പലിൽ നിന്ന് ഒരാളെ എടുത്ത് പുറത്തേക്ക് ഇട്ടാലേ ആ കപ്പൽ സുഖകരമായി സഞ്ചരിക്കുകയുള്ളൂ. അവിടെ നറുക്കിട്ടു. ഇതൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നതാ. ഒരാളെ ആരെ പുറത്തിടണം? നറുക്ക് വീണത് യൂനുസ് നബി അലൈഹിസ്സലാമക്കാണ്. അദ്ദേഹത്തെ പുറത്തിട്ടു. ഖുർആൻ പറയുകയാണ്, ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ആക്ഷേപാർഹനായ യൂനുസ് നബി അലൈഹിസ്സലാമയെ മത്സ്യം വിഴുങ്ങി. വഹുവ മുലീം, ആക്ഷേപാർഹനാണ്. എന്താണ് ആക്ഷേപം? അള്ളാഹുവിന്റെ അനുവാദമില്ലാതെയാണ് നീനവ എന്ന പ്രദേശത്ത് നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം തിരിച്ചു വരുന്നത്. മത്സ്യം വിഴുങ്ങി. ശേഷം ഖുർആനിൽ കുറച്ച് ആയത്തുകളുണ്ട്. സൂറത്തു സ്വാഫാത്ത് നമ്മൾ ഇങ്ങനെ വായിച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. ഒരായത്ത് എന്താണെന്നറിയോ? ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അദ്ദേഹം അല്ലാഹുവിന് തസ്ബീഹ് അർപ്പിച്ചിരുന്ന, നല്ല കാലത്ത് നല്ല മനുഷ്യനായി യൂനുസ് നബി അലൈഹിസ്സലാം ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബഅഥൂൻ. അന്ത്യനാൾ വരെ ആ മീനിന്റെ, ആ മത്സ്യത്തിന്റെ വയറ്റിൽ
യൂനുസ് കഴിഞ്ഞുകൂടുമായിരുന്നു. അതാണ് ആയത്ത്. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ കാരണം എന്താണ്? അതാണ് ഖുർആൻ പറഞ്ഞത്. നല്ല കാലം, അദ്ദേഹത്തിന്റെ ആരോഗ്യമുള്ള കാലം, അദ്ദേഹത്തിന് സൗകര്യമുള്ള കാലം, അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് അർപ്പിച്ചിരുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. അതിൽ വലിയ സന്ദേശമുണ്ട്. എന്താണ് അതിലെ സന്ദേശം? ഇതുപോലെ സാഗരത്തിൽ അകപ്പെട്ട ഒരാളാണ് ആര്? ഫിർഔൻ. ഇതുപോലെ സാഗരത്തിൽ ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ്, ഫിർഔൻ ആ ചെങ്കടലിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ ഖാല, ഫിർഔൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമൻതു ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഫിർഔൻ. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പലപ്പോഴും ഇങ്ങനെ എന്ത് പടച്ചോൻ, എന്ത് പരലോകം, എന്ത് പള്ളി, എന്ത് നമസ്കാരം എന്നൊക്കെ ഡമ്പടിച്ച് കിബിറിനടിച്ച് നടക്കുന്നില്ലേ? അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ ഫിർഔൻ ചെങ്കടലിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലദീ ആമൻതു ബിഹി ബനൂ ഇസ്രായീൽ, നീയല്ലാതെ ഒരാരാധ്യനില്ല റബ്ബേ. ബനൂ ഇസ്രായീലരിൽ വിശ്വസിച്ച ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ സട്ടാവല്ല എന്ന് മാത്രമല്ല, ഞാൻ നിന്നിൽ കീഴൊതുങ്ങുന്നവനായ ഒരു മുസ്ലിമാണ്. എന്താ അള്ളാന്റെ മറുപടി? അൽ ആൻ ഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. അൽ ആൻ, ഇപ്പോഴാണല്ലേ പറയാൻ കണ്ട സമയം. ഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ, മുൻപ് നീ ധിക്കാരിയായി, കുഴപ്പമുണ്ടാക്കുന്നവനായി ജീവിച്ചവനായിരുന്നുവല്ലോ എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. ഞാൻ സൂചിപ്പിച്ചത്, പുതിയ ഒരു വർഷത്തെ നാം സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുതിയ ഒരു വർഷം അവസാനിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതം ഉണ്ടാക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണമാണ്. ഈ ലോകവും വേണം, പരലോകവും വേണം. ഇവിടെയും സമാധാനം വേണം, അവിടെയും സമാധാനം വേണം. ഇവിടെയും സ്വസ്ഥത വേണം, അവിടെയും സ്വസ്ഥത വേണം. അതിന് ദുനിയാവിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് പോലെ ശരീരം നന്നാക്കുവാൻ നാം പ്ലാൻ ചെയ്യാറുണ്ട്, വീടുണ്ടാക്കാൻ നാം പ്ലാൻ ചെയ്യാറുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ നാം പ്ലാൻ ചെയ്യാറുണ്ട്, വിവാഹത്തിനു വേണ്ടി ചെറുപ്പക്കാർ പ്ലാൻ ചെയ്യാറുണ്ട്. ഇതുപോലെ പരലോക ജീവിതത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചില മനുഷ്യരെ കുറിച്ച് പറയുന്നത്, യഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവരുടെ മരണം, അവരുടെ വിചാരണ അവരുടെ അടുത്തെത്തിക്കഴിഞ്ഞു. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ ഒരു തരം അശ്രദ്ധയിൽ അങ്ങനെ ജീവിക്കുകയാണ്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദത്തിൻ, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള പുതിയ സന്ദേശങ്ങൾ വന്നെത്തിക്കഴിഞ്ഞാലും ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, അവരതൊക്കെ കേൾക്കും. കേട്ട് കഴിഞ്ഞാലോ ഒരു തരം കളിയായിക്കൊണ്ട് അവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെ വിശുദ്ധ ഖുർആൻ ആ സ്വഭാവത്തെ എതിർത്ത് സംസാരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിലൂടെ അള്ളാഹു പറഞ്ഞു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം അള്ളാഹുവിന്റെ കണക്കിൽ നിന്ന് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരായത്താണ് യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. നാളെ പരലോകത്ത് നാം ചെയ്ത എല്ലാ നന്മകളും നമ്മുടെ മുൻപിൽ ഹാജരാക്കപ്പെടും. വമാ അമിലത് മിൻ സൂഇൻ, നാം ചെയ്ത തിന്മകളും നമ്മുടെ മുൻപിൽ അല്ലാഹു ഹാജരാക്കപ്പെടും. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, നന്മ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷം മനുഷ്യർക്കുണ്ടാകും, വല്ലാത്ത അഭിമാനമുണ്ടാകും. നമുക്ക് അല്ലാഹു നൽകിയ നമ്മുടെ ഗ്രന്ഥം നമ്മൾ മാത്രമല്ല മറ്റുള്ളവർ കൂടി ഒന്ന് വായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. എന്നാൽ തിന്മ നമ്മുടെ മുൻപിൽ അല്ലാഹു വെക്കപ്പെട്ടാൽ ഖുർആൻ പറയുന്നു, തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, എനിക്കും എന്റെ ഈ തിന്മക്കുമിടയിൽ വലിയ ഒരു വിദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. എന്റെ വിചാരണ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്നെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ,
ഈ വിചാരണ എടുക്കുന്നത് അല്ലാഹു വൈകിപ്പിച്ചിരുന്നുവെങ്കിൽ, അതാണ് അമദം ബഈദ, വലിയ ഒരു കാലയളവ് എനിക്കും എന്റെ തിന്മക്കുമിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് ജീവിതത്തെ ശ്രദ്ധിക്കണം, നന്മ ചെയ്യുന്നതിൽ മത്സരിക്കണം, തിന്മ വരുന്നത് ശ്രദ്ധിക്കണം. ചില തിന്മകളൊക്കെ ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ടാകും, ക്ഷമയോടുകൂടി മാറി നിൽക്കണം എന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹറം എന്ന ഒരു പുതിയ മാസം നമ്മിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ ചിന്ത അതാണ്. നമ്മുടെ പരലോകത്തിനു വേണ്ടിയും നമ്മൾ പ്ലാൻ ചെയ്യണം, ദുനിയാവിനു വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം, അതിനേക്കാൾ പരലോകത്തിനു വേണ്ടി നാം പ്ലാൻ ചെയ്യണം എന്നതാണ്. രണ്ടാമത്തേത്, മുഹറം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് തന്നെ മുഹറം എന്ന മാസത്തെ ആദരിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മാസത്തെ ആശൂറയിൽ പ്രവാചകൻ വ്രതമനുഷ്ഠിച്ചിരുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളും മുഹറം മാസത്തെ ബഹുമാനിച്ചിരുന്നു. അവർ കഅബക്ക് പ്രത്യേകമായ കിസ്വ ആ മുഹറത്തിൽ അണിയിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനയിലെ യഹൂദർ, ജൂതർ അവർ മുഹറം 10 വ്രതമനുഷ്ഠിച്ചതായി അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ടു. അപ്പൊ അവരോട് അള്ളാഹു റസൂൽ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇന്ന് വ്രതമനുഷ്ഠിക്കാനുള്ള കാരണം? അപ്പോൾ അവര് പറഞ്ഞു, അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമുഹു വഗറക ഫിർഔന വ ഖൗമുഹു വസാമഹു മൂസ ശുക്രാ. അവര് പറഞ്ഞു, ഈ ദിവസമാണ് മൂസ നബി അലൈഹിസ്സലാമയെ യഹൂദരിലേക്ക്, ബനു ഇസ്രായേലിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ഈ ദിവസമാണ് മൂസാ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ പ്രവാചകൻ ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഫിർഔൻ ചെങ്കടലിൽ മുങ്ങിമരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഈ ദിവസത്തിൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കാൻ മൂസാ നബി അലൈഹിസ്സലാം വ്രതമനുഷ്ഠിച്ചിരുന്നു. ഫനഹ്നു നസുമുഹു, അതുകൊണ്ട് ഞങ്ങളും വ്രതമനുഷ്ഠിക്കുന്നു എന്നവർ പ്രവാചകനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫനഹ്നു അഹഖു വ ഔലാ ബി മൂസ, സഹാബത്തിനോട് പറഞ്ഞു, മൂസയോട് ഇവരേക്കാൾ ബാധ്യതയുള്ളവർ, കടപ്പാടുള്ളവർ നമ്മളാണ്. ഫസ്വാമഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ വ്രതമനുഷ്ഠിച്ചിരുന്നു. വ അമറ ബിസിയാമിഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മുഹറം 10 സഹാബത്തിനോട് വ്രതമനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം മൂസാ നബി അലൈഹിസ്സലാമയോട് കൂടുതൽ ബാധ്യതയും ബന്ധവും കടപ്പാടും നമുക്കാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ടാണ് മുഹറം 10 നോമ്പ് അത് വളരെ ശ്രേഷ്ഠകരമായ ഒരു വ്രതമാണ്. ആ വ്രതം ഒരു മനുഷ്യൻ മുഹറം 10 അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരു കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് പിന്നൊരു വർഷം പ്രവാചകൻ മുഹറമിന് ജീവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ മുഹറം 9 വ്രതവും ഞാൻ അനുഷ്ഠിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ഖൗലാണത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു സംസാരമാണ്. അതുകൊണ്ട് മുഹറം 9, മുഹറം 10 എന്നീ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. എന്താണ് അതിന്റെ കാരണം? മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി എന്നതാണ്. ഈ മുഹറമിന്റെ പുതിയ ഒരു വർഷം വരുമ്പോ അതിൽ നമുക്ക് ചില ഗുണപാഠങ്ങളുണ്ട്. ആ ഗുണപാഠങ്ങൾ എന്താ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗുണപാഠം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഫിർഔൻ ഞാനും എന്റെ കൂട്ടരും നശിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടല്ല മൂസാ നബി അലൈഹിസ്സലാമയുടെ പിന്നാലെ കൂടുന്നത്. മുന്നിൽ എന്താ? ചെങ്കടലാണുള്ളത്. തൊട്ട് മുന്നിലാരാ? മൂസാ നബിയും കൂട്ടരാണ്. പിന്നിലാരാ? ഫിർഔനും കൂട്ടരാണ്. ആരുടെ കയ്യിലാ ആയുധങ്ങളുള്ളത്? ഫിർഔനിന്റെയും കൂട്ടരുടെയും കയ്യിൽ. ആരുടെ അടുത്താണ് ആൾബലമുള്ളത്? ഫിർഔനിന്റെയും കൂട്ടരുടെയും കയ്യിൽ. മൂസാ നബി അലൈഹിസ്സലാമയും സംഘവും എങ്ങോട്ടാ പോകുന്നത്? അവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുകയാണ്. മുന്നിൽ ഫിർഔനിന് സന്തോഷം എന്താണ്? ഒരിക്കലും രക്ഷപ്പെടില്ല. എന്താ മുന്നിലുള്ളത്? ചെങ്കടലാണ്. അങ്ങനെയാണെങ്കിൽ അവരൊന്ന് പോകട്ടെ, എവിടെ എത്തുമെന്ന് ഞാനൊന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിർഔൻ പോകുന്നത്. ആ സമയത്ത് പോലും മൂസാ നബി അലൈഹിസ്സലാമക്ക് നിരാശ വന്നില്ല, ഒപ്പുള്ള ആളുകൾക്ക് നിരാശ വന്നു. അവര് പറഞ്ഞു, മൂസ ഇന്നാ ലമുദ്റഖൂൻ, നമ്മെ ഫിർഔൻ പിടിക്കും. കാരണം ഭൗതികമായി
പിടികൂടാനുള്ള എല്ലാ സാധ്യതകളും കാരണങ്ങളുമുണ്ട്. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. എന്താ പഴുതുള്ളത്? ഒരു പഴുതുമില്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല കല്ല, ഇല്ല ഇല്ല, ഇന്ന മഇ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. മുന്നിൽ എന്താ? ചെറിയൊരു തോടല്ല, പുഴയല്ല, സാഗരമാണ്. ആ സാഗരത്തെ ഖുർആന പറയുന്നത്, ആ സാഗരത്തെ അള്ളാഹു പറഞ്ഞു നിന്റെ കയ്യിലുള്ള വടി കൊണ്ടടിക്കുക. അതിന്റെ സന്ദേശം അറിയോ? എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒന്ന് ചെയ്താലേ അവിടെ അള്ളാഹ് മാറ്റം ഉണ്ടാക്കുള്ളൂ. മൂസാ നബിയുടെ കയ്യിൽ അപ്പം എന്തല്ലത്? ഒരു വടിയാൻ. അത് ആര് ചെയ്യണം? മൂസാ നബി ചെയ്യണം. വടി കൊണ്ടടിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സാഗരം പിളർന്നു. അളീം എന്നാൽ വലിയ രണ്ട് പർവ്വതമായി കൊണ്ട് ആ സാഗരം രണ്ട് ഭാഗത്തേക്കും മാറി എന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് അത് വിശ്വാസി പ്രതീക്ഷയുള്ളവനാകണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ന വലിയ സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. രണ്ടാമത്തേത് പ്രാർത്ഥനയാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വഖാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ, പടച്ചോനെ, നീ ഫിർഔനിനും കൂട്ടർക്കും ഒരുപാട് സമ്പത്ത് നൽകി, ഒരുപാട് അലങ്കാരങ്ങൾ നൽകി ഈ ദുനിയാവിൽ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലിയുദില്ലു അൻ സബീലിക, ആ സമ്പത്ത് കൊണ്ട്, സൗകര്യം കൊണ്ട് അവർ വഴിപിഴച്ചു പോകാണല്ലോ റബ്ബേ, അവർ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയാണല്ലോ റബ്ബേ. എന്നിട്ട് മൂസാ നബി പ്രാർത്ഥിച്ചു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, റബ്ബന തുമിസ് അലാ അംവാലിഹിം, അല്ലാഹുവേ, അവരുടെ സമ്പത്തിനെ നീ തുടച്ചു നീക്കണം റബ്ബേ. വസ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സിൽ ഇപ്പോൾ ഇസ്ലാമിനോടുള്ള, നിന്റെ സന്ദേശത്തോടുള്ള ആ വെറുപ്പും കാഠിന്യവും ഉണ്ടല്ലോ, അത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റബ്ബേ. ഫലാ യുഅ്മിനു ഹത്താ യറഉൽ അദാബൽ അലീം, പടച്ചോനെ, കഠിനമായ ശിക്ഷ കിട്ടിയതിന് ശേഷമല്ലാതെ അവർക്ക് നീ വിശ്വാസം നൽകരുത് റബ്ബേ എന്നാണ്. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. അതിന്റെ വിശദീകരണത്തിൽ എന്താണെന്നറിയോ? മൂസാ നബിക്ക് മനസ്സിലായി അവർ വിശ്വാസികളാവൂല. ഇതേ പ്രാർത്ഥന നൂഹ് നബി എല്ലാം പ്രവർത്തിച്ച് അവസാന ഘട്ടത്തിൽ പറയുന്ന, അല്ലാഹുവേ, ഭൂമിയിൽ നിന്ന് ഇവരെ നീ പൂർണ്ണമായി നാമാവശേഷമാക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ച സന്ദർഭമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചു. ഫിർഔനിന്റെ അഹങ്കാരം അവസാനിച്ചു. പ്രാർത്ഥന എന്നതിന് വലിയ ഗുണമുണ്ട്. അപ്പൊ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ മനുഷ്യർക്ക് വരും. വന്ന് പിറ്റേ ദിവസം തന്നെ പരീക്ഷണം മാറണം എന്ന ആളുകൾ പറയും. എത്ര കാലമായി ആ സമൂഹം അനുഭവിക്കുന്നത്, പടച്ചോതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൂസാ നബിയും സമൂഹവും എത്ര കാലം അനുഭവിച്ചു. അവിടെയും അള്ളാഹു പ്രതീക്ഷയാണ് നൽകുന്നത്. വലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ, ഏത് പ്രതിസന്ധിയും വിശ്വാസമുണ്ടോ, വിശ്വാസമുള്ള വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അത് അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൽ അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ, നിഷേധികൾക്ക് കണ്ണു തള്ളിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മുഹറമിന്റെ സന്ദേശം ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വർഷം കഴിഞ്ഞു പോകുന്നു എന്നതാണ്. രണ്ടാമത്തേത്, വളരെ പ്രധാനപ്പെട്ട ചില ഗുണപാഠങ്ങൾ ഈ മാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഹറം എന്ന പദത്തിന്റെ അർത്ഥം പവിത്രത, പരിശുദ്ധി എന്നൊക്കെയാണ്. മുഹറം എന്നത് പവിത്രമായ ഒരു മാസമാണ്. ആ പവിത്രമായ മാസത്തെ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ, ചില സുഹൃത്തുക്കൾ, നമുക്കറിയുന്നവർ, അവരൊക്കെ അവരുടെ ഒരു ധാരണക്കുറവ് കൊണ്ട്, ആ വിഷയത്തിലുള്ള വിവരക്കുറവ് കൊണ്ട് മുഹറമിന്റെ ദിവസങ്ങളെ ശകുനത്തിന്റെ ദിവസങ്ങളായിക്കൊണ്ട് കാണാറുണ്ട്. അപ്പോൾ അത് എന്തടിസ്ഥാനത്തിലാണ് കാണാറുള്ളത് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. കാരണം അങ്ങനൊന്നില്ല, ഉള്ള ഒരു സംഗതിയാണല്ലോ നമുക്ക് അറിയാൻ കഴിയാം. കാരണം മുഹറം എന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷം വരികയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത്, മൂസാ നബി അലൈഹിസ്സലാമയും സമൂഹവും അല്ല ചെങ്കടലിൽ മുങ്ങി മരിച്ചത്. ധിക്കാരിയായിരുന്ന, അഹങ്കാരിയായിരുന്ന, ലോകത്തിന്റെ ലോകാത്ഭുതങ്ങളിൽ ഫറോവമാരുടെ നിർമ്മാണങ്ങൾ, അവരുടെ നാഗരികത ഇന്നും നിലനിൽക്കാൻ. അപ്പൊ ആരാണ് നാമാവശേഷമായത്?
ഫിർഔനും കൂട്ടരുമാണ്. അതുകൊണ്ട് അതൊരു ശകുനല്ലല്ലോ. ആ മുഹറം എന്നതൊരു ശകുനമല്ല, അതൊരു പവിത്രമുള്ള മാസമാണ്. നമ്മൾ നന്മ ചെയ്യേണ്ട മാസമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മാസമാണ്. മുഹറം 9ഉം 10ഉം വ്രതമുള്ള മാസമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പുണ്യമുള്ള പവിത്രതയുള്ള ഒരു മാസമാണ് ഈ മാസം. എന്നാൽ ആ മുഹറമിലെ ദിവസങ്ങൾ ശകുനത്തിന്റെ ദിവസങ്ങളായി പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അതിലൊരു കാരണം ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു വിശ്വാസമാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. ഖുലഫാഉർ റാഷിദീങ്ങളെയൊക്കെ ഒരുപോലെയാണ് നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകനല്ല ആകേണ്ടിയിരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നൊക്കെ ഉള്ള പോരിശകൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ ചാർത്തുന്ന ആളുകളാണ് ഷിയാക്കൾ. ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 61 കർബലയിൽ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു. അത് മുഹറം 10-നായിരുന്നു. അതുകൊണ്ട് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 എന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിൽ മുസ്ലിം ലോകം സങ്കടപ്പെടുന്നുണ്ട്. എന്നാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടത് മുഹറം 10-നാണ്. അതുകൊണ്ട് ഷിയാക്കൾക്ക് മുഹറം 10 എന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് വന്നതാകാം ഈ മുഹറമിന്റെ 10ഉം മുഹറം ദിവസങ്ങളും ഒക്കെ. അവരിൽ നിന്ന് വന്നതാകാം എന്നതല്ല, അവരിൽ നിന്ന് വന്നതാണ് ഈ മുഹറം 10ന്റെ ദിവസം എന്നത് ശകുനമാണ് എന്ന്. അതുകൊണ്ടാണ് ആളുകള് ഒരു വിവാഹം തീരുമാനിക്കാൻ വേണ്ടി ആളുകൾ ഇരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ കലണ്ടർ ഇങ്ങനെ പിടിക്കുമ്പോ ഒന്നും അറിയാത്തവർ കൂടി, മതത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് മുഹറം 10 കഴിഞ്ഞോട്ടെ. എന്താ, അത് പാരമ്പര്യമായി ഇങ്ങനെ വല്യപ്പ പറഞ്ഞു, വാപ്പം പറഞ്ഞു, ഇപ്പൊ മകൻ പറയാണ്, നീയാൾക്ക് മകൻ ഉണ്ടായാൽ ആ മകൻ പറയും. ഇങ്ങനെ പാരമ്പര്യമായി പറഞ്ഞു പോലെയാണ്. എന്താന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചൊരു ധാരണയൊന്നും ഉണ്ടാവില്ല. വീടുകാരല്ലോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, മുഹറം 10 കഴിഞ്ഞോട്ടെ, മുഹറം 10 കഴിഞ്ഞോട്ടെ എന്നല്ല പറയണ്ടേ. മുഹറം എന്നുള്ളത് ഒരു പവിത്രതയുള്ള മാസമാണല്ലോ, പവിത്രതയുള്ള ദിവസമാണല്ലോ. അപ്പൊ അന്നെ കയറണമെന്നില്ല, പക്ഷേ ആ ദിവസം വെച്ചത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം അപ്പോഴെന്തായി, ശരിയല്ലാത്ത ദിവസമായി. ദിവസങ്ങളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. എല്ലാ ദിവസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. ആ ദിവസങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചത് ശകുനം എന്നത് നോക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ ദിവസങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത്, അതാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്, അള്ളാഹു പകലുകളെ മാറ്റി മാറ്റി, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ, രാത്രിയെയും പകലിനെയും അള്ളാഹു സൃഷ്ടിച്ചത്, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ, രാത്രിയും പകലും മാറി മാറി വരുന്നത്, ലിമൻ അറാദ അൻ യദ്ദക്കറ, ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആലോചിക്കാനാണ്, ഔ അറാദ ശുകൂറ, അള്ളാഹുവിലേക്ക് നന്ദിയോടുകൂടി മടങ്ങാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഈ മാസത്തിന്, മുഹറം മാസത്തിന് അങ്ങനെ ഒരു ശകുനമുണ്ട് എന്ന വിശ്വാസം ശരിയല്ല. അന്ധവിശ്വാസം വളരെ പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് കയറും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ചു, യുപിയിൽ ഹദ്രാസിൽ 120-ലധികം ആളുകൾ അവർ മരണപ്പെടാൻ ഒരാൾ ദൈവത്തെ കാണാൻ വേണ്ടി പോയതാണ്. ഈ ആൾ ദൈവം പുറത്തേക്ക് പോയ വാഹനമുണ്ടല്ലോ, ആ വാഹനത്തിന്റെ ടയർ പോയ ഭാഗത്തെ മണ്ണ് വാരാൻ വേണ്ടി വെമ്പൽ കൊണ്ട സമയത്താണ് കുറെ സാധുക്കൾ പടഞ്ഞു വീണ് മരിച്ചത്. എന്താ കാരണം? അന്ധവിശ്വാസം. എവിടെ നിന്നാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത്? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. ഖുർആനിന്റെ മലയാള പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷ ഒരു വട്ടം വായിച്ചാൽ വിശ്വാസമാണ് മനസ്സിലേക്ക് കയറുക, അന്ധവിശ്വാസങ്ങളല്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ മനസ്സറിഞ്ഞ് ചെയ്യുന്നതല്ല, മറിച്ചോ അവരിങ്ങനെ പാരമ്പര്യമായി കേട്ട് ശീലിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ മാന്യമായി അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.